ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ജ്വല്ലറിൽ നിന്ന് 8 പവൻ കടം മേടിച്ച് കല്യാണം നടത്തി. ഇവർക്ക് നടക്കാൻ പറ്റിയില്ല തിരിച്ച്. അപ്പോൾ ജ്വല്ലറിക്കാർ ചെക്കനെ വീട്ടിൽ ചെല്ലും. ഇവർ ആത്മഹത്യയുടെ വക്കിലിരിക്കും. ഒരുപാട് പേര് നാട്ടിലും ഒരുപാട് പേര് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം സഹായങ്ങളാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ? നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ, വീട് ഇടിഞ്ഞു പോയ ആൾക്കാർ, ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പറ്റാത്ത ആൾക്കാർ, ഒരനുഭവം പറയാം. കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ജ്വല്ലറിൽ നിന്ന് 8 പവൻ കടം മേടിച്ച് കല്യാണം നടത്തി. ഇവർക്ക് നടക്കാൻ പറ്റിയില്ല തിരിച്ച്. അപ്പോൾ ജ്വല്ലറിക്കാർ ചെക്കനെ വീട്ടിൽ ചെല്ലും. ഇവർ ആത്മഹത്യയുടെ വക്കിലേക്ക് തെരഞ്ഞാൽ അവർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ കണ്ടുപോകണം. ഡെവറി കൊടുത്തേക്കണല്ല. ഞാനും വൈഫും പോയി സംസാരിച്ചപ്പോൾ അവർ, ഞാൻ പറയും, ഒരു 2 ആഴ്ച തന്നെ വേണം എൻ്റെ ചെക്ക് തരാം, വീട്ടിൽ പോരുത്, അല്ല പകരം ഗോൾഡ് കൊണ്ടെന്ന് വെക്കാം, പൈസ സെറ്റ് ചെയ്യാൻ സമയം തന്നെ പറയും. ഒരാഴ്ച കൊണ്ട് പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ആ കുടുംബം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ കർമ്മഫലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ്സും എല്ലാം.